സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരിരിക്കുന്ന ഇടങ്ങളിലേക്ക് പോവുകയാണ്, കോളേജുകളിലേക്ക് പോവുകയാണ്. ഇവിടെ കുറേ കോഴിക്കോട് ഇക്കൊല്ലം ഞാൻ ഏറ്റവും കൂടുതൽ കോളേജുകളിൽ ഇക്കൊല്ലം നാം സംസാരിക്കാൻ വന്നു. KMCT കോളേജിൽ ഇപ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം ഞാൻ വരാറുണ്ട്. പല ബ്രില്യൻസിൽ എൻട്രൻസ് കോച്ചിങ് നടക്കുന്ന പല ബ്രില്യൻസിൽ പോകാറുണ്ട്. ഞാൻ സ്വയം അന്വേഷിച്ചിട്ട് എനിക്കൊരു ചാൻസ് തരുന്നല്ല, അവർ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ പോകും. കാരണം സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവർ നമ്മുടെ യുവാക്കളാണ്. ആ യുവാക്കളിലേക്ക് സംസ്കാരം സന്നിവേശിപ്പിച്ചു കൊടുക്കുക എന്ന ദൗത്യം മാത്രമാണ് പഴയ തലമുറക്കുള്ളത്. പക്ഷേ ആ യുവാക്കളും പ്രായമുള്ളവരും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട മതിരിയാണ്. പുഴ പലതായി ഒഴുകിയ സംസ്കാരം എന്ന് പറയുന്നത് പല കാട്ടാറുകൾ ഒത്തുചേർന്നിട്ടൊരു വലിയ പുഴയായി മാറുന്നതാണ് സംസ്കാരം. എന്നാൽ ഇപ്പോൾ പുഴയെന്ന് പറയുന്നത് അതിനെ വേർതിരിച്ച് മുടിമടഞ്ഞു കെട്ടാൻ വേണ്ടിയിട്ട് വേർതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഏറ്റവും മനോഹരമായ ഒരു അലങ്കാരമാണ് മുടിയെക്കുറിച്ച്. തൻ്റെ പ്രേയസിയെ കുറിച്ച് വർണ്ണിക്കുകയാണ്. ഒറ്റപ്പത്തിയൊടായിരം ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം, ചന്ദനലതയിലധോമുഖശയനം ചന്തമൊടിങ്ങനെ ചെയ്യുമ്പോൾ, വിലസി വിമലേ ചെറിയൊരു പനിനീരലർച്ചൂടിയ നെഞ്ചികുരഭരം. ഒരു ഉടലും ഒരുപാട് പത്തിയുള്ള പാമ്പുകളെ പറ്റിയിട്ട് നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിൽ ഒരുപാട് വർണ്ണനകളുണ്ട്. ദൈവങ്ങൾക്കെല്ലാം ഒരു ഉടലും പല തലകളുമാണ്. ശിവന് 5 തല, ബ്രഹ്മാവിന് 4 തല, രാവണന് 10 തല. പക്ഷേ ഒരു തലയും ഒരുപാട് ഉടലുകളുമുള്ള ഒരു ജീവിയെ കുറിച്ചിട്ട് ആദ്യമായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത് ചങ്ങമ്പുഴയാണ്. ഒരു പത്തിയും 1000 ഉടലുകളുമുള്ള ഒരു മണിനാഗം, മണി തലയിലേന്തിയിരിക്കുന്ന, രത്നം തലയിലേന്തിയിരിക്കുന്ന ഒരു പാമ്പ്. ആ പാമ്പ് ചന്ദനവള്ളിയിൽ അധോമുഖ ശയനം ചെയ്യുമ്പോൾ, ചന്ദനലതയിൽ തലകീഴായി കിടക്കുന്നത് പോലെ തലയിൽ ആ അറ്റത്ത് കുമ്പത്ത് ഒരു പനിനീരിന്റെ ദളം തിരികെക്കയറ്റിയ നിന്റെ മുടിക്കെട്ട്. നമ്മൾ ആലോചിച്ചോട്ടെ, അറ്റ തുമ്പ് കെട്ടിയിട്ട മുടി, ഒരുപാട് ഉടലും തലയിൽ ഒറ്റ തലയുള്ളൊരു പാമ്പ് തലകീഴായി കിടക്കുന്ന പോലെ. എത്ര ഭയങ്കരവും മനോഹരവുമായ ഒരു വർണ്ണനയാണ്. അതുപോലെ ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ പുഴ പല കൈവഴികൾ വന്നിട്ട് വലിയ പുഴയായി മാറുന്നതിന് പകരം കൈവഴികളിലേക്ക് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പുഴകൾ ഒഴുക്കുമറക്കുന്നു, ആറുകൾ ഒഴുക്കുതിരയുന്നു, ആവണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു എന്നൊരു പ്രയോഗമുണ്ട് ഭൂമിക്കൊരു ചരമഗീതത്തിൽ വൈമ്പിക്കൂട്ടില്ല. നമ്മുടെ പുഴകൾ നമ്മൾ ആരും ഒത്തുചേരുന്നില്ല, മറ്റൊരുത്തനെ കേൾക്കാനുള്ള താല്പര്യം ആർക്കുമില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? പണ്ടൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ എൻ്റെ അച്ഛൻ ഒരു വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെയും കൂട്ടിയിട്ട് എല്ലാ പാർട്ടിയുടെയും പൊതുയോഗത്തിൽ കേൾക്കാൻ പോവായിരുന്നു. ഞാനിപ്പോ ആലോചിക്കുമ്പോൾ എന്തൊരു ജനാധിപത്യ ബോധമായിരുന്നു അച്ഛൻ. എല്ലാ പാർട്ടിയുടെയും പൊതുയോഗം. അതുകൊണ്ട് എനിക്ക് മിക്ക പാർട്ടി KG മാരാരുടെ പ്രസംഗം കൊണ്ട് നല്ല പ്രസംഗം എന്ന് പറഞ്ഞു. അച്ഛൻ ഭയങ്കര എതിർപ്പാണ്. പക്ഷെ KG മാരാരുടെ പ്രസംഗം ഞാൻ ചെറുപ്പത്തിലേക്ക്, എൻ രാമകൃഷ്ണന്റെ പ്രസംഗമാണ് ഞാൻ ആദ്യം കേട്ട പ്രസംഗം. അച്ഛന്റെ പാർട്ടിക്കാരനായിരുന്നില്ല എൻ രാമകൃഷ്ണൻ. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ആദ്യം കേട്ടത്. എല്ലാവരെയും കേൾക്കാൻ താല്പര്യമില്ല. യുവാക്കൾ യുവാക്കളെ മാത്രം കേൾക്കുന്നു, വയോജനങ്ങളെ മാത്രം കേൾക്കുന്നു, സ്ത്രീകളെ മാത്രം കേൾക്കുന്നു, കവികളെ മാത്രം കേൾക്കുന്നു. നേതാക്കൾ അനുയായികളെ കേൾക്കുന്നില്ല, അനുയായികൾ നേതാക്കളെയും കേൾക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പ്രശ്നമാണ്.
നേതാക്കൾ ആരും അനുയായികളെ കേൾക്കുന്നില്ല, ഇപ്പോഴും കേൾക്കുന്നില്ല, തുടർന്നും അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി തുടരുകയാണ്. അതുപോലെ അനുയായികളോ നേതാക്കളെയും കേൾക്കുന്നില്ല. ഞങ്ങളെ നിനക്ക് വേണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾക്കും വേണ്ട എന്ന് ധൈര്യത്തിൽ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എല്ലാവരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് ഒതുങ്ങുന്നു. സംസ്കാരം എന്ന് പറയുന്നത് കൂടിച്ചേർന്നുകൊണ്ട് നവീകരിക്കുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ദൂരദർശൻ ചാനൽ ഉണ്ടായിരുന്ന കാലത്ത് സ്ഥിരമായി പ്രക്ഷേപണം ചെയ്തിരുന്ന ഒരു ദേശീയോദ്ഗ്രഥന ഗാനം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാ ഭാഷയിലെയും വരികൾ ചേർത്തുകൊണ്ട് ആ പാട്ട് ഓർമ്മയില്ലേ? ആ പാട്ടിൽ മലയാള ഭാഷയിലെ ഒറ്റ വരിയേ ഉണ്ടായിരുന്നു. ഒരു ആനപ്പുറത്ത് ഇരുന്നിട്ട് തോട്ടിയും ചുമലിൽ വെച്ചിട്ട് ഒരുത്തൻ പാടുന്നു, എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. ആ നമ്മുടെ സ്വരങ്ങൾ നഷ്ടപ്പെടുന്നു. ആ നമ്മുടെ സ്വരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സംസ്കാരം ഉണ്ടാവുന്നത്. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികളെല്ലാം മരണം ഭയം വന്നാലും ഭക്ഷണത്തിനും മാത്രമാണ് ഒത്തുചേരാറുള്ളത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൂട്ടമായി ആക്രമിച്ചിട്ടിരിക്കുന്നു. അതുപോലെ ഒരു കാക്ക ചത്താൽ നാട്ടിലെ കാക്കകളെല്ലാം ഒന്നിച്ചു വരും. അല്ലാതെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ വന്നതിന് ശേഷം മനുഷ്യൻ വന്നത് തന്നെ ഞാൻ ഒറ്റയ്ക്കെന്റെ പടിഞ്ഞിട്ടകത്ത് എന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ അടയിരുന്നിട്ട് റീലും നോക്കി ഇരിക്കാനല്ല മനുഷ്യൻ ഉണ്ടായത്. ചുറ്റുവട്ടമുള്ള കാലത്തോടും ദേശത്തോടും സംവദിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ കാലദേശങ്ങളുടെ സംവാദത്തിനെയാണ് മനുഷ്യഭാഷയിൽ ലോകത്തെല്ലാ ഭാഷയിലും ഒരു ചിഹ്നമുണ്ട്. ലോകത്തെല്ലാ ഭാഷയിലും ആ ചിഹ്നം പ്ലസ് എന്നാണ്. മെയ് 15 ശേഷം ഒരുപാട് ബാനർ കാണാം. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം ഫുൾ A+ ഇൻ ബാനർ മാത്രം. എനിക്കത് കാണുന്ന ദേഷ്യം, ഫുൾ A+ന്റെ ബാനർ കാണുന്നു. ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടു പോയി ഒരുത്തന്റെ ഫോട്ടോവും ഒരുത്തന്റെ പേരും ഒരു സ്വീകരണത്തിലും അവനെ വിളിക്കുന്നില്ല. ഈ സ്വീകരണം സംഘടിപ്പിക്കുന്ന ക്ലബിന്റെയും വായനശാലയുടെയും പ്രവർത്തകര് അന്ന് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയവരാണ്. മാക്സിമം 60%, 600-ൽ 360. ഈ സ്വീകരണം നൽകുന്നവന് ഫുൾ A+ ഇല്ല എന്ന് മാത്രമല്ല, A ഇല്ല, B+ ഇല്ല, വെറും B മാത്രം കിട്ടിയവനാണ്. ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടവനെ സ്വീകരണം കൊടുക്കാതെ ബാനറിൽ പേര് വെക്കാതെ വേണ്ട ഫുൾ A+കാരെ മതി എന്ന് പറയുന്ന ക്രൂരത കാണിക്കുന്നു. ഈ പ്ലസ് എന്താണെന്ന് അറിയണ്ടേ? ഈ പ്ലസ് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിത പ്രക്രിയയും നമ്മുടെ ഭക്ഷണത്തെയും നമ്മുടെ വീടിനെയും നമ്മുടെ ആശയങ്ങളെയും കാലദേശങ്ങളോട് കണക്ട് ചെയ്യുന്ന ഗ്രാഫിനാണ് പ്ലസ് എന്ന് പറയുക. കാലദേശങ്ങൾ, കാലം ദേശം, ദേശം X ആക്സിസും കാലം Y ആക്സിസും. കാലത്തെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യരില്ല. കാലമൊരജ്ഞാത കാമുകൻ എന്ന് പറഞ്ഞ് ഒരുപാട് പാട്ടുകൾ കാലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്.